അല്ല, അവള് വരുന്ന കാര്യം നിനക്ക് എങ്ങനെ അറിയാം? എന്താന്ന്? എനിക്ക് എങ്ങനെ അറിയാനാന്നോ? ഒരാഴ്ചയായിട്ട് എത്ര കോൾസ് ചെയ്തു, എത്ര മെസ്സേജസ് അയച്ചു, ഒന്നിനും ഒരു റിപ്ലൈ ഇല്ല. അവസാനം പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അങ്ങ് വിട്ടതാ. എന്നിട്ട് പിന്നെ നോക്കുമ്പോ ഇന്ന് രാവിലെ ഒരു മെസ്സേജ്, ഞാൻ വന്നോണ്ടിരിക്കാന്ന്. അതെന്താ എന്നോട് പറയാഞ്ഞേ? എടി, ഞാൻ അറിഞ്ഞോ ഇത്? അവൾ ഇതിനു വേണ്ടി സിംഗപ്പൂരിൽ നിന്ന് കെട്ടും കെട്ടി ഇങ്ങോട്ട് വരുമെന്ന്. വന്നാ നോക്കാന്ന് ഞാനും വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇവനെന്താ ഇങ്ങനെ ഒരുമാതിരി സ്കൂൾ പിള്ളേരെ പോലെ കാണിക്കുന്നത്? യൂണിഫോം ഇട്ടാ മതി. ഇങ്ങോട്ട് വേടാ. വേണ്ട, രണ്ടെണ്ണം അടിക്കാടാ. പോയടാ. വിടറാവനെ. എന്താ ഇങ്ങനെ? നമ്മുടെ ജാനു വന്നടാ. ഹായ് ജാനു, ലോങ് ടൈം. എത്ര നാളായി. അവിടെ ഫുഡ് റെഡിയാണ്, നിങ്ങളൊക്കെ പോയി കഴിച്ചേ. ഇപ്പോഴാണോ നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മനസ്സിലായത്? ഇതുകൊണ്ട് ഇനി എല്ലാവർക്കും കൊടുക്കണേ, അല്ലാതെ ഒറ്റയ്ക്ക് തിന്നരുത്, കേട്ടല്ലോ. ചോക്ലേറ്റ് സിംഗപ്പൂരിൽ നിന്നുണ്ടാ. വാ വാ, എല്ലാരും നിന്നെ കാത്തിരിക്കാ അവിടെ. മുരളി, ഹായ് ജാനു. സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. എടി പെണ്ണെ, അതൊന്നും കുഴപ്പമില്ല. നീ വന്നത് തന്നെ സന്തോഷം. വാ, എല്ലാരും പോയി കാണാം. എന്തൊക്കെയുണ്ടടി, സുഖമായിട്ടിരിക്കുന്നു? സുഖം. ജാനു ഈ ചോക്ലേറ്റ് ഉണ്ടെന്നേ എനിക്ക് മാത്രം തിന്നാനാ. ഒരു രണ്ടെണ്ണം താടാ. എത്ര മാസമായടി? 7ാം മാസമാ, 2ാമത്തെ കുട്ടിയാ. ഇത്രയും പേര് വരുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. നീയാണോ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്? എല്ലാവരും വരാന്ന് പറഞ്ഞിട്ട് പിന്നെ പറ്റിച്ചു കളയുന്നൊരു പേടി ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തല്ലേ. ഭാഗ്യത്തിന് എല്ലാരും വന്നിട്ടുണ്ട്. എന്താണ്? അളിയാ, നീ എന്താണ് ഒരു വരെ കൊച്ചുകുട്ടികളെ പോലെ ബലൂണൊക്കെ വെച്ച് കളിച്ചോണ്ടിരിക്കുന്നത്? വാടാ അങ്ങോട്ട്. ഇല്ല, നീ ചെല്ല്. നീ വാടാ ഇറക്കാം. എടാ ഒന്ന് പോടാ. എടാ, നമ്മുടെ ജാനു വന്നിട്ടുണ്ടാ, നീ വാടാ. ഇല്ല, നീ ചെല്ല്. വാടാ 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 ഇങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞേ? വയസ്സായടാ എനിക്ക്. കൂളി വെച്ച് കിടിക്കുന്ന പോലെയാണോ ഇടിക്കുന്നത്? നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. നീ ഒന്ന് മര്യാദക്ക് പോവാൻ നോക്കി. നീ പോടാ. അവനെവിടെ? വാടാന്ന് വിളിച്ചപ്പോ അവൻ എന്നെ ഇടിക്കാൻ വരുന്നു, വൃത്തികെട്ടവൻ. എന്ത് പറ്റി? ഒന്നുമില്ല ജാനു. അത് പിന്നെ റാം ഇവിടെ ഉണ്ട്.
നിനക്കെന്നെ മനസ്സിലായോ? ജാനു. സുഖാണോ റാം? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നീ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. $20 ആയല്ലേ? കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ല. ലാസ്റ്റ് ടൈം നിന്നെ കണ്ടപ്പോ നിനക്ക് താടി മീശയൊന്നും ഇല്ലായിരുന്നു. നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ റാം? ഫോട്ടോഗ്രാഫർ, ട്രാവൽ ഫോട്ടോഗ്രാഫർ. എന്ത് പറ്റിയടാ നിനക്ക്? നീ ആ ജോസിനോട് സംസാരിച്ച് പറ. ചെല്ല്. കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് ഈ അവസ്ഥയായല്ലോ. എടാ, ഇത് കുടിക്ക്. നീ കുറച്ച് വെള്ളം കുടിച്ചേ. താങ്ക്സ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുക, അതിങ്ങനെയായല്ലോ. അല്ല, അത് പിന്നെ ഞാൻ തട്ടി വീണതാ. എന്തെങ്കിലും സംസാരിച്ചോ അതോ പഴയ പോലെ തന്നെ ശോകമാണോ? സോറി. സിംഗപ്പൂരിൽ നിന്ന് കെട്ടി വന്നത് ഇതിനു വേണ്ടിയിട്ടാ? അറ്റ്ലീസ്റ്റ് സുഖാണോന്ന് ചോദിച്ചോ. ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ. അവളുടെ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ട്, അറിയോ നിനക്ക്? നിങ്ങളെല്ലാം കഴിച്ചായിരുന്നോ? ഞങ്ങളുടെ കാര്യം പോട്ടെ, നീ കഴിച്ചോ? ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ശീലം എനിക്കില്ല. ഓഹോ. ഏയ്, കഴിച്ചിട്ട് ഇരുന്ന സ്ഥലത്ത് തന്നെ കുറെ നേരം ഇരിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഡൈജഷൻ നടക്കും? ഒന്ന് എഴുന്നേറ്റ് പോയി നടന്നിട്ട് വാ, ചെല്ല്. ആ, 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 ആ. ആ, ആ, ആ. ഹലോ, ഇപ്പോഴാണോ നീ ഗാലക്സി ഹോട്ടലിൽ എത്തിയേ? ഇനി വന്നിട്ട് കാര്യമില്ല, നീ നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. നീ ഇതെന്താ കാണിക്കുന്നെ? നീ ചെയ്യുന്ന അത്ര ശരിയല്ല കേട്ടോ. അല്ല മുത്തേ, നീ എന്നെ സോപ്പിട്ട് പതപ്പിക്കാൻ നോക്കുക. അത് ചക്കരെ, കഴിച്ചതിന് ശേഷം അതേ സ്ഥലത്ത് കുറെ നേരം ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് എണീറ്റ് 2 റൗണ്ട് നടന്നിട്ട് വാ, ചെല്ല്. നീ കഴിച്ചോ? ഇല്ല. ഫോണ്. നീ ഇത്ര നേരമായിട്ട് കഴിച്ചിട്ടില്ലല്ലോ റാം. എടാ മുരളി, സ്കൂളിൽ വെച്ച് കട്ടായിപ്പോയ കണക്ഷൻ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണോ എന്നൊരു സംശയം. എനിക്കും അങ്ങനെ ഒരു തോന്നലില്ല. അതില്ല, കുഴപ്പമൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? ഞാൻ അതിനെപ്പറ്റി ഒന്നും അല്ല ആലോചിക്കുന്നേ. എന്നുവെച്ചാ ഇവര് തമ്മിൽ ഇനി അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടെ സിംഗപ്പൂരിലുള്ള ഇവളുടെ കെട്ടിയോൻ അത് കണ്ടുപിടിച്ചിട്ട് നീയാണല്ലേ ഇതെല്ലാം ഓർഗനൈസ് ചെയ്തതെന്നും പറഞ്ഞ് അവൻ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ച് എന്നെ കൊന്നു കളഞ്ഞാല് പിന്നെ എന്റെ പിള്ളേർക്ക് ആരാടെ ഉള്ളേ? പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക്
ഫാമിലി പ്ലാനിങ് നടത്താൻ പറ്റില്ല. ഛെ, ചുമ്മാ ഇരിക്കെ എന്തൊക്കെയാ പറയുന്നേ?